ഹരി ഓം നമസ്തേ. ഇന്ന് ശ്രീമന്നാരായണീയം ദശകം 32 മത്സ്യാവതാരം ശ്ലോകം 6 മുതൽ 10 വരെ വായിക്കാം. ആറാമത്തെ ശ്ലോകം. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തഥാത്തെ തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. അർത്ഥം: തദാത്തെ ത്വദാദേശകരീം, അപ്പോൾ അവർ സത്യവ്രതനും സപ്തർഷികളും നിന്തിരുവടിയുടെ കൽപ്പനയനുസരിച്ച് നൗരൂപിണീം അവാപ്താം ധരാം ആരുരുഹു, ഒരു വഞ്ചിയുടെ രൂപമെടുത്തു വന്നെത്തിയ ഭൂമിയിൽ കയറി. തേഷു തത്കമ്പകംബ്രേഷു ച, അവർ ആ ജലവാഹനത്തിൻ്റെ ഇളക്കത്താൽ ഭയന്ന് വിറച്ചപ്പോൾ ഭൂയഃ, വീണ്ടും ത്വം മഹീയാൻ അംബുദേഹേ ആവിരഭൂ, മത്സ്യമൂർത്തിയായ നിന്തിരുവടി ഏറ്റവും വലിയ ആകൃതി പൂണ്ട് പ്രളയസമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ഏഴാമത്തെ ശ്ലോകം. ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധു. അർത്ഥം: മുനയഃ, സത്യവ്രതനും സപ്തർഷികളും യോജനലക്ഷദീർഘാം ജഷാകൃതിം ദധാനം ഉച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ. യോജനലക്ഷദീർഘാം, ലക്ഷം യോജന വിസ്താരമുള്ള ഝഷാകൃതിം, മത്സ്യാകൃതിയെ ദധാനം, ധരിച്ചവനും ഉച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ, അതിമഹാതേജസ്വിയുമായ അവിടുത്തെ കണ്ടിട്ട് തുഷ്ട, ആനന്ദത്തിൽ മുഴുകി, ത്വതുക്ത്യ, ത്വത്തുംഗശൃംഗേ, അവിടുത്തെ കൽപ്പന പ്രകാരം അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ തരണിം ബബന്ധുഹു, നൗകയെ ബന്ധിച്ചു. എട്ടാമത്തെ ശ്ലോകം. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപതിശന്നചാരി. അർത്ഥം: ത്വം ആകൃഷ്ടനൗകഃ, മത്സ്യമൂർത്തിയായ നിന്തിരുവടി ഭൂമിയാകുന്ന വഞ്ചി യഥേഷ്ടം വലിച്ചു നടന്ന് മുനിമണ്ഡലായ വിശ്വജഗദ്വിഭാഗാൻ പ്രദർശയൻ, സത്യവ്രതനും മുനിസമൂഹത്തിനും ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും വേണ്ട പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് തേന നൃവരേണ, ആ സത്യവ്രത രാജാവിനാൽ സംസ്തൂയമാനഃ, വഴിപോലെ സ്തുതിക്കപ്പെട്ടും പരം ജ്ഞാനം ഉപദിശഞ്ച അചാരി, പരമാത്മജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഒൻപതാമത്തെ ശ്ലോകം. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യൗരതഭൂമിപം തം വൈവസ്വതാഖ്യം അനുമാദധാന ക്രോധാധയഗ്രീവമഭിദ്രുതോ ഭൂ. അർത്ഥം: ത്വം കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ, അവിടുന്ന് പ്രളയത്തിൻ്റെ അവസാനത്തിൽ സപ്തർഷികളെ പണ്ടത്തെ പോലെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് തം സത്യവ്രത ഭൂമിപം വൈവസ്വതാഖ്യം മനും ആദധാന, ആ സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിക്കുന്നവനായിട്ട് ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂ, വേദാപഹരണജന്യമായ കോപത്താൽ ഹയഗ്രീവന്റെ നേരെ പാഞ്ഞണഞ്ഞു. പത്താമത്തെ ശ്ലോകം. സ്വതുംഗശൃംഗ
സ്വതുംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപതേ പ്രപായ. അർത്ഥം: സ്വതുംഗശൃംഗക്ഷതവക്ഷസം, തൻ്റെ ഉയർന്ന കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട മാറിടത്തോടു കൂടിയവനാക്കി, തം ദൈത്യം, ആ ഹയഗ്രീവ മഹാസുരനെ, നിപാത്യ, വീഴ്ത്തിയിട്ട്, നിഗമാൻ ഗൃഹീത്വ, വേദങ്ങളെ വീണ്ടെടുത്ത്, പ്രീതഹൃദേ വിരിഞ്ചയെ, സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിന്, ദദാനഹത്വം, കൊടുത്തവനായ നിന്തിരുവടി, പ്രഭഞ്ജനാകാരപതേ മാം പ്രപായ, അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ ദുഃഖങ്ങൾ തീർത്ത് രക്ഷിക്കണമേ. ഇന്ന് വായിച്ചത് 32-ാം ദശകത്തിലെ മത്സ്യാവതാര കഥയിലെ ബാക്കിയുള്ള ശ്ലോകങ്ങളാണ്. ആ കഥ ഇങ്ങനെയാണ്. അതായത്, അപ്പോൾ അവർ, അതായത് സത്യവ്രതനും സപ്തർഷികളും, ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് വന്നെത്തിയ ഭൂമിയിൽ കയറി. അവർ ആ ജലവാഹനത്തിൻ്റെ ഇളക്കത്താൽ, അതായത് ആ വഞ്ചിയുടെ ഇളക്കത്താൽ ഭയന്ന് വിറകൊണ്ടപ്പോൾ വീണ്ടും മത്സ്യമൂർത്തിയായ ഭഗവാൻ ഏറ്റവും വലിയ ആകൃതി പൂണ്ട് പ്രളയസമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. സത്യവ്രതനും സപ്തർഷികളും ലക്ഷം യോജന വിസ്താരമുള്ള മത്സ്യാകൃതിയെ ധരിച്ചവനും അതിമഹാ തേജസ്വിയുമായ ഭഗവാനെ കണ്ടിട്ട് ആനന്ദത്തിൽ മുഴുകി. ഭഗവാന്റെ കൽപ്പനപ്രകാരം ഭഗവാന്റെ ഉയർന്ന കൊമ്പിൽ, ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ, അതായത് ഭഗവാൻ മത്സ്യാവതാരം പൂണ്ട ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ നൗകയെ, അതായത് തോണിയെ അല്ലെങ്കിൽ വഞ്ചിയെ ബന്ധിച്ചു. മത്സ്യമൂർത്തിയായ ഭഗവാൻ ഭൂമിയാകുന്ന വഞ്ചി യഥേഷ്ടം വലിച്ചു നടന്ന് സത്യവ്രതനും മുനിസമൂഹത്തിനും ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും വേണ്ട പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ സത്യവ്രത രാജാവിനാൽ വഴി പോലെ സ്തുതിക്കപ്പെട്ടും തിരിച്ച് പരമാത്മജ്ഞാനം ഉപദേശിച്ചുകൊണ്ടും സഞ്ചരിച്ചു. പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ സപ്തർഷികളെ പണ്ടത്തെ പോലെ പൂർവസ്ഥിതിയിൽ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് ആ സത്യവ്രത രാജാവിനെ വൈവസ്വതമനുവാക്കി പ്രതിഷ്ഠിക്കുന്നവനായിട്ട് വേദം അപഹരിച്ചപ്പോൾ ഉണ്ടായ കോപത്താൽ ഹയഗ്രീവന്റെ നേരെ പാഞ്ഞണഞ്ഞു. തൻ്റെ ഉയർന്ന കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട മാറിടത്തോടു കൂടിയവനാക്കി ആ ഹയഗ്രീവ മഹാസുരനെ വീഴ്ത്തിയിട്ട് വേദങ്ങളെ വീണ്ടെടുത്ത് സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിന് ആ വേദങ്ങളെ കൊടുത്ത ഭഗവാൻ, ഹേ ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പ, എന്നെ ദുഃഖങ്ങൾ തീർത്ത് രക്ഷിക്കണമേ.